ചാർജിങ് പോർട്ട് എവിടെ? ഫ്രണ്ടിലാണ്. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ കംഫോർട്ട് മോഡ് ആയിട്ടുണ്ട്. കംഫോർട്ട് ലൈക്ക് ത്രോട്ടിൽ കൊടുക്കുന്ന കണക്കായിരിക്കും വണ്ടിയുടെ റെസ്പോൺസ്, ഫീല് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മോഡ് ഏതാണ്? സ്പോർട്സ് ആണ്. സ്പോർട്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 395 Nm ടോർക്കിന്റെ ഡയറക്റ്റ് ഔട്ട്പുട്ട് മനസ്സിലാവും. പോലെ തന്നെ വണ്ടി ആവുന്നത്. അതെ അതെ. ഇൻസ്റ്റന്റ് ത്രോട്ടിലോട്ട് കാല് വെക്കുമ്പോഴേ പോകാൻ പറ്റില്ല. കാരണം അടുത്തൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പോർട്സ് മോഡ് ആപ്ലിക്കബിൾ അല്ല. കാരണം നമ്മളെ റോഡ്സിൽ അറിയാമല്ലോ ട്രാഫിക് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ഇത്. അങ്ങനെ പവർ ഫിഗേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് 136 PS പവറും പിന്നെ 395 Nm ടോർക്കും ആണ് വരുന്നത്. 100 kW മോട്ടറാണ് വരുന്നത്. ഓക്കെ. റേഞ്ച് ഒക്കെ എത്രയാണ്? റേഞ്ച് നമുക്ക് വരുമ്പോഴത്തേക്ക് 451 കിലോമീറ്റേഴ്സ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു യുവർ ഡ്രൈവിംഗ് പാറ്റേൺ നമുക്ക് കിട്ടുന്നത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ എനിക്ക് തന്നെ വണ്ടി ഓടിച്ച് 435 എബോ വരെ കിട്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു ഡ്രൈവിംഗ് ഒരു 80 ബിലോ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാതെ ഒരു നോർമൽ രീതിക്ക് ത്രോട്ടിൽ കൊടുത്ത വണ്ടി ഓടിക്കുന്നേക്ക് നമുക്ക് പെർ കിലോ വാട്ട് അത്യാവശ്യം നല്ലൊരു റേഞ്ച് ഒരു 10-11 ആ ഒരു റേഞ്ച് ഒക്കെ തന്നെ കിട്ടും. എനിവേ ഒരു മിനിമം അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട് വണ്ടി. ചാർജിങ് ടൈം ഒക്കെ? ചാർജിങ് ടൈം 0 to 80% ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 56 മിനിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഫുൾ ചാർജ് നമുക്ക് വീട്ടിൽ ഹോം ചാർജിങ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന AC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ വരുന്നത് ഏകദേശം ഒരു 6 hours ഒക്കെ കൊണ്ട് തന്നെ ഫുൾ ആവുന്നുണ്ട്. ഒരു ഡെയിലി ബേസിസ് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ്. പല സിറ്റുവേഷൻസിലും ആളുകളുടെ വീട്ടിലെല്ലാം സോളാർ ആയി തുടങ്ങി. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വന്നെടുക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഒരു EMI കോസ്റ്റ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസും വരുന്നില്ല. റണ്ണിങ് കോസ്റ്റ് വളരെയധികം കുറവാണ്. ഇപ്പം ഈവൻ ദോ സോളാർ ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിലും വീട്ടിൽ കുത്തിയിട്ട് ചാർജ് ചെയ്താൽ കൂടിയും 1 രൂപ 1.25 രൂപയ്ക്ക് താഴെയാണ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. മെയിൻ്റനൻസ് അല്ലെങ്കിൽ സർവീസ് പീരീഡ്സ് ഒക്കെ നമുക്ക് വെഹിക്കിൾ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്രീ 3 സർവീസസ് ഫ്രീ ആണ് വരുന്നത്. 1
11,500, 10,000, 30,000. നമുക്ക് ഇയർലി 10 അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യേണ്ടത്. ഒരു 1,000 to 1,500 റുപ്പീസിനുള്ളിലാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. എന്തെങ്കിലും കൺസ്യൂമബിൾസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കൺസ്യൂമബിൾസ് ആയിട്ട് ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന AC ഫിൽറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യും, ബ്രേക്ക് പാഡ്സ് എല്ലാം ക്ലീനിങ് കാര്യങ്ങൾ അതൊക്കെയാണ് വരുന്നത്. 30,000 അല്ലെങ്കിൽ 3 ഇയേഴ്സിൽ വരുന്ന സർവീസിലാണ് നമ്മൾ മെയിനായിട്ട് ബാറ്ററിയുടെ, നമുക്കിപ്പോൾ ഇഞ്ചൻ കൂളൻ്റ് പോലെ ലിക്വിഡ് കൂൾഡ് ബാറ്ററിയാണ് വരുന്നത്. സോ ആ ഒരു ലിക്വിഡ് ചേഞ്ചിങ് എല്ലാം വരുന്നുണ്ട്. അത് മാത്രം ഒരു ബിലോ 10,000 റേഞ്ചിലേ വരുന്നുള്ളൂ സർവീസ്. ഓരോ 30,000 ഡിപ്പെൻസ് ആണ്. ഒരു 7,000, 8,000 ആ ഒരു റേഞ്ചിനുള്ളിലൊക്കെയാണ് വരുന്നത്. ഇതിന് പല വേരിയൻസ് ആയിട്ടുണ്ടോ? സിംഗിൾ ട്രിം ആണ് വരുന്നത്, ഒറ്റ വേരിയന്റ്. പിന്നെ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. അപ്പൊ നമ്മള് നോർമൽ സോളിഡ് കളറാണ് സിംഗിൾ കളറാണ്. നമുക്കല്ലാതെ ടൈറ്റൻ ഗ്രേ വിത്ത് ബ്ലാക്ക് വരുന്നുണ്ട്, ഫെയറി റെഡ് വിത്ത് ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ പോളോ വൈറ്റ് വിത്ത് അറ്റ്ലസ് വൈറ്റ് വിത്ത് ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ 3 കളർ ഓപ്ഷൻസ് എക്സ്ട്രാ അവൈലബിൾ ആണ്. ഓൺ റോഡ് പ്രൈസിങ് എങ്ങനെ വരും? ഓൺ റോഡ് നമുക്ക് ആക്ച്വലി 26.16 ആയിരുന്നു വന്നിട്ടിരുന്നത്. ഇപ്പം കറന്റ് നമുക്ക് കസ്റ്റമേഴ്സ് ഓഫേഴ്സ് ആയിട്ട് ഒരു 2 lakhs വരുന്നുണ്ട് ഡിസ്കൗണ്ട് ആയിട്ട്. അതെ, ഇയറിന്റെ ഒക്കെ ആണല്ലോ, സോ അതിന്റെ ബേസിൽ. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 24.16 ആണ് വരുന്നത്. വെയിറ്റിംഗ് പീരീഡ് വരാണോ? വെയിറ്റിംഗ് പീരീഡ് നമുക്കൊരു 7 to 10 ഡേയ്സിനുള്ളിൽ, ഇപ്പം ഇല്ലാത്ത കളേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 7 to 10 ഡേയ്സിനുള്ളിൽ വണ്ടി കൊടുക്കാൻ പറ്റും. ഈ വാറണ്ടി കവറേജ് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ എത്ര? ലൈക്ക് ബാറ്ററി വാറണ്ടി നമുക്ക് വരുമ്പോൾ 8 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ എന്താ സംഭവിച്ചാലും നമ്മൾ തന്നെ അതിൽ വേണ്ടുന്നത് ചെയ്തിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ എന്താ പോസിബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും. പിന്നെ വെഹിക്കിൾ വാറണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിപ്പം സാറെ അടുത്ത് ഓട്ടോ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ EV പല യൂസിനുള്ളവരുണ്ടല്ലോ. ഇപ്പൊ EVയിലേക്ക് കംപ്ലീറ്റ് സോളാറുള്ള വീടായതുകൊണ്ട് EV എടുക്കുന്നവർ കാണും, പിന്നെ EVയിലേക്ക് മാറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എടുക്കുന്നവർ കാണും, ഡെയിലി നല്ല ഓട്ടോ ഉള്ളത് കൊണ്ട് EV എടുക്കുന്നവർ കാണും. അതിപ്പം അധികം ഓട്ടോ ഒന്നും ഇല്ല, ഇപ്പൊ ഒരു 5 വർഷം കൊണ്ടൊക്കെ സാർ ഒരു 1 lakh ക്രോസ് ചെയ്യത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിടാൻ പറ്റും. അതാകുമ്പോൾ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 1,40,000 കിലോമീറ്റർ വരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടും. ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. എനിക്ക് ആകെ പ്രശ്നം തോന്നിയ ബാറ്ററി ഉണ്ടായതുകൊണ്ട് ബാക്ക് സീറ്റ് ലൈക്ക് ഇച്ചിരി റൈസ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് അണ്ടർ തൈ സപ്പോർട്ട് ഇല്ല, അതല്ല ലൈക്ക് ഹെഡ് റൂമും കുറവായിട്ട് തോന്നി. അല്ലാതെ പവർ കാര്യങ്ങളും കംഫോർട്ടൊക്കെ ഓക്കെ. പിന്നെ ലൈക്ക് ഇത് ഡിസ്പ്ലേ ഇപ്പം ഇറങ്ങുന്ന വണ്ടി വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. ആൻഡ്രോയിഡ് iOS കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഇറങ്ങി ഒരു ഡിസ്പ്ലേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാരണം ഇതൊരു CKD പ്രൊഡക്റ്റ് ആണല്ലോ. ഇതുവരെ നമുക്ക് ഇന്ത്യൻ വേർഷനിലേക്ക് വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല.
ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ടോ? ഓട്ടോ വൈപ്പേഴ്സ് ഇല്ല.